അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 2. When I practice self-inquiry, I notice a significant distance between who I truly am and the emotions or ups and downs of life. ഒരു സിഗ്നിഫിക്കൻ്റ് ഡിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. When I remain in the self, I find peace. But those around me often don't understand this, and they think I am being unemotional. എനിക്ക് സുഖമുണ്ട്, ഞാൻ പീസ്ഫുള്ളാണ്, പുറത്തുള്ളവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവരെന്താ പറയുന്നത്? ഞാൻ ഇമോഷൻലെസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൂ ഐ ആം ആൻഡ് ദി ഇമോഷൻസ് ഓർ ദി അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ്. അപ്പം ഞാൻ താഴെയാണെന്ന് വിചാരിക്കുക, അവിടെയാണെന്ന് വിചാരിക്കുക, തോട്ട് മുകളിലാണ് അല്ലേ, ഇമോഷൻസും അവിടെ തന്നെയാണ്, എന്നിലേക്ക് എത്തുന്നില്ല. ഞാൻ ഇൻസുലേറ്റഡ് ആണ്. ഐ എം ഇൻസുലേറ്റഡ് ഫ്രം മൈ ഇമോഷൻസ്, ഐ എം ഇൻസുലേറ്റഡ് ഫ്രം മൈ തോട്ട്സ്. ഐ ആമും തോട്ടും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. വിച്ച് ഇസ് ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഗുഡ് ന്യൂസ്. Those around me often don't understand this, and they think I am being unemotional. ഈ ഒരു കാര്യം പറയുന്നതിൽ ഉള്ള പോസിബിലിറ്റി, രണ്ട് പോസിബിലിറ്റി വേണമെങ്കിൽ പറയാം. ഒരു പോസിബിലിറ്റി, ഇതിൽ രണ്ട് വാക്കുകൾ ഞാനൊന്ന് കളർ മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ഒന്നെന്താണ്? അണ്ടർസ്റ്റാൻഡ്. ദോസ് അറൗണ്ട് മീ ഓഫൺ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദേ തിങ്ക് ഐ ആം ബീങ് അൺഇമോഷണൽ. അവർ വിചാരിക്കുന്നു ഞാൻ ഇമോഷണൽ അല്ല എന്ന്. ഈ അണ്ടർസ്റ്റാൻഡും തിങ്കും എവിടെയുള്ളത്? നിങ്ങളുടെ മനസ്സിലുള്ളത്. ഇറ്റ് ഇസ് എ തോട്ട്. അണ്ടർസ്റ്റാൻഡിങ് ഇസ് എ തോട്ട്. മനസ്സിലുള്ളൊരു സംഗതി അത്. ബുദ്ധി കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ മനസ്സുകൊണ്ട് തന്നെയായിരിക്കും. ഐദർ വേ ഇറ്റ് ഇസ് ഇൻ ദ മൈൻഡ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരത്തിൽ കണ്ടു, മനസ്സ് ഞാനല്ല. ദേ തിങ്ക് ഐ ആം ബീങ് ഇമോഷണൽ. അവർ വിചാരിക്കുന്നു ഞാൻ ഇമോഷണൽ അല്ല എന്ന്. എന്നാരാ പറയുന്നത്? എൻ്റെ മനസ്സാ പറയുന്നത്. അതെന്താ? അതൊരു ചിന്തയാണ്. അണ്ടർസ്റ്റാൻഡിങ്, തിങ്കിങ്, എവറിത്തിങ് ദേ ആർ ദ മൈൻഡ് ലെവൽ. അത് ചിന്തകൾ മാത്രമാണ്. ചോദ്യം, ഷുഡ് യു വറി അബൌട്ട് ദിസ് ഓർ നോട്ട്? ഇതൊരു ചിന്തയാണെങ്കിൽ പോസിബിലിറ്റി വണ്ണാ പറയുന്നത്. അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു വിചാരിക്കാം നീ ഒട്ടും ഇമോഷണൽ അല്ല, നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അത് പോസിബിലിറ്റി ടൂലേക്ക് കൊണ്ടുവരാം. പോസിബിലിറ്റി വണ്ണാണ് ഞാൻ പറയുന്നത്. പോസിബിലിറ്റി വൺ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാവും, തോന്നലാവും. ഈ യാത്രയിൽ ഇങ്ങനെ പോരുന്ന സമയത്ത് മനസ്സ് തന്നെ നിങ്ങളെ ഈ പ്രോസസ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് നോസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഡൈ. ദ മൈൻഡ് നോസ്, ദ ഈഗോ നോസ്. ഈഗോ വിട്ടു കൊടുക്കില്ല. ഈഗോ ഈ ജന്മത്തിൽ തുടങ്ങിയതൊന്നല്ല. സോ സിംപ്ലി ഇഗ്നോർ ദിസ്. ജ്ഞാനമാർഗത്തിൽ ദർ ഇസ് നോ പ്ലേസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, നോ പ്ലേസ് ഫോർ തിങ്കിങ്, നോ പ്ലേസ് ഫോർ തോട്ട്. ഈ ചിന്തകളെ നിങ്ങൾ വിശ്വസിച്ച് അതിൻ്റെ വഴിയാൽ നിങ്ങൾ പോയാൽ, അല്ലെങ്കിൽ വേറെ വല്ല തീരുമാനങ്ങളും എടുത്താൽ ഒരു കാര്യം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് എൻക്വയറി ഞാൻ ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ശരിക്കും ഡിസ്റ്റൻസ് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ പരിശോധിക്കുന്ന ആളാണ്. ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ബാധിക്കില്ല, നിങ്ങളിലേക്ക് വരില്ല ഈ ചിന്ത. ഈ ചിന്ത വരികയാണെങ്കിൽ ഉടനെ ചോദിക്കേണ്ട എന്താണ്? നേരത്തെ അതേ ചോദ്യം, ആർക്കാണ് ഈ തോന്നലുണ്ടാകുന്നത്? ആർക്കാണത് മനസ്സിലായത് എന്ന് ചോദിക്കണം. അപ്പോൾ അതിലേ പോകുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് പോസിബിലിറ്റി. നമുക്ക് മഹർഷിയുടെ ഒരു കോട്ട് ഇവിടെ നോക്കാം. പോസിബിലിറ്റി ടൂവിലേക്ക് വരുമ്പോഴാണ് അവർ പറഞ്ഞു വിചാരിക്കുക നിങ്ങളോട് ഒരു ഇമോഷൻസും ഇല്ല, വല്ലാത്തൊരു മനുഷ്യനായല്ലോ, ഓരോ വേണ്ടാത്ത പരിപാടിക്കൊക്കെ പോയി 2 ദിവസത്തെ ക്ലാസ്സിനും പോയി, എന്താ പ്രയോജനം ചോദിക്കില്ലേ? ചോദിക്കും. അങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായി എനിക്ക് തോന്നലല്ല അവർ പറഞ്ഞിട്ടുണ്ട്. മഹർഷി ഇതിനനുസരിച്ച് പറയണം, ബി ആസ് യു ആർ ലവ്. യു മസ്റ്റ് ലവ് ഓൾ ആൻഡ് ഹെൽപ്പ് ഓൾ, സിൻസ് ഓൺലി ഇൻ ദാറ്റ് വേ ക്യാൻ യു ഹെൽപ്പ് യുവർ സെൽഫ്. ഈ പാത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സഹായിക്കണം എങ്കിൽ എന്താ വേണ്ടത്? നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം, നിങ്ങളെല്ലാവരെയും സഹായിക്കണം. അവർ പറയാ നിങ്ങളോട് വിചാരിക്കാൻ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, അപ്പോൾ അത് കൊണ്ടുവരണം. മുമ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പം അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് പറയുന്നത്. മുമ്പ് എന്തെല്ലാം ചെയ്തോ അത് ചെയ്തോളൂ. ബൈ ഡൂയിങ് ദാറ്റ് യു ആർ ഹെൽപ്പിംഗ്. യുവർ സെൽഫ്. ആ വഴിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ.
And Maharshi continues, when you seek to reduce the suffering of any fellow man or fellow creature, whether your efforts succeed or not, നിങ്ങൾ അതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, you are yourself evolving spiritually. നിങ്ങൾ ആത്മീയ പാതയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇഫ് സച്ച് സർവീസസ് റെൻഡേർഡ് ഡിസ്ഇൻട്രസ്റ്റഡ്ലി. നിങ്ങളുടെ സ്വയം താല്പര്യത്തിലല്ലാതെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ഇവല്യൂഷൻ ഉണ്ടാകും. നോട്ട് വിത്ത് ദ ഈഗോയിസ്റ്റിക് ഫീലിംഗ് ഐ ആം ഡൂയിങ് ദിസ്, ഞാനാണത് ചെയ്യുന്നത് എന്ന തോന്നലില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഗുണകരമാണ്. ബട്ട് ഇൻ ദ സ്പിരിറ്റ് ഗോഡ് ഈസ് മേക്കിംഗ് മീ ദ ചാനൽ ഓഫ് ദിസ് സർവീസ്. ഹീ ഈസ് ദ ഡൂവർ ആൻഡ് ഐ ആം ദി ഇൻസ്ട്രുമെന്റ്. അത്ര ക്ലിയർ ആണ് മഹർഷിയുടെ. അപ്പോൾ ആരെങ്കിലും പറയുകയാണ്, അപ്പോൾ നിങ്ങൾ പഴയതുപോലെ ഒന്നും സ്നേഹിക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം നിങ്ങൾക്കെന്താ, നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ. isn't it? റോ ആയിട്ടുള്ള പ്രാക്ടീസാണ്. രാവിലെ മുതൽക്ക് പലതരം പ്രാക്ടീസ് ഉണ്ട്. ശ്വാസം പിടിക്കലും അത് ചെയ്യലും ഇത് ചെയ്യലും. എത്രയും പെട്ടെന്ന് എനിക്ക് അവേക്കൻ്റ് ആകണം. നിങ്ങൾ ഓൾറെഡി അവേക്കൻ്റ് ആണ്. ദ സെൽഫ് ദറ്റ് യു ആർ ഇസ് ഓൾറെഡി ദെയർ. ഈ മസിൽ പിടിക്കുന്നതും കളിക്കുന്നതും ഈഗോ ആണ്. ഈഗോ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞാൻ അവേക്കൻ്റ് ആകും എന്ന് പറയുന്ന ആ ഒരു ധൃതി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. ഡോണ്ട് എവർ തിങ്ക് ദറ്റ് യു ആർ അൺഅവേക്കൻഡ്. യു ആർ അവേക്കൻഡ്. യു എന്ന് പറഞ്ഞാൽ ആ വലിയ എസ് ഉള്ള സെൽഫിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ദാറ്റ് ഇസ് ഓൾറെഡി അവേക്കൻഡ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ എന്താ വേണ്ടത്? ട്രൈ ടു ഹെൽപ്പ് ദോസ് പീപ്പിൾ. പ്രശ്നം തോന്നില്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെന്ന് അവർ പറയൂ, ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവില്ലേ? പ്രോസസ്സ് ഈസി ആകും. മഹർഷി തന്നെ പറയുന്നു, ഇത് തന്നെ വലിയൊരു ഇവോൾവിങ് നേച്ചറാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, എനിക്ക് എന്നുള്ള തോന്നലുണ്ടല്ലോ, അത് മാറും മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോൾ. സർവീസ് ഓറിയൻറ്റഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് പോകും. ഹെൽപ്പ് ചെയ്തോളൂ. ബിഗ് മെസ്സേജ് മഹർഷി ഈസ് ഗിവിങ് അല്ലേ? കുറേ ആൾക്കാർക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കോൺഷ്യസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്, അൺകോൺഷ്യസ് ആയിട്ട് എനിക്കിത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നവരുണ്ട്. അവർക്കും ബെനിഫിറ്റ് കിട്ടും, ഇല്ലയെന്ന് പറയുന്നില്ല. എന്താ കാരണം? എസ്പെഷ്യലി ഇഫ് സച്ച് സർവീസസ് റെൻഡേർഡ് എന്നാണ് പറഞ്ഞത്. അപ്പം ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഗുണം കിട്ടും, അല്ലെങ്കിലും ചെറിയ ഗുണവും കിട്ടും. അതായത് കുറച്ചൊരു ഞാനെന്ന ഭാവത്തോടു കൂടെ നിങ്ങൾ പലരെയും സഹായിച്ചു വിചാരിക്കുക, എങ്കിലും കുറച്ച് ഗുണമൊക്കെ കിട്ടും. കാരണം ഈ കർമ്മത്തിലൂടെ ഈ ഈഗോ തേഞ്ഞ് പോകുന്നർത്ഥം. പക്ഷേ അതില്ലാതെ ഡിസ്ഇൻട്രസ്റ്റഡ്ലി, ഞാൻ എന്ന ഭാവമില്ലാതെ, ഐ ആം ഡൂയിങ് ദിസ്, ഞാനാണ് ചെയ്യുന്നത് എന്ന ചിന്തയില്ലാതെ, ഇൻ ദ സ്പിരിറ്റ് ഗോഡ് ഇസ് മേക്കിംഗ് മീ ദ ചാനൽ. ഈശ്വരൻ മീൻസ് സെൽഫ് എന്നിലൂടെ ഇത് ചെയ്യിക്കുകയാണ്, ഞാനൊരു ഉപകരണം മാത്രമാണ് എന്ന തോന്നലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. എന്നിട്ട് ചെയ്തു നോക്കൂ സെൽഫ് എൻക്വയറി. യു വിൽ നോ ദ ഡിഫറൻസ്. ദേ വിൽ നോട്ട് കംപ്ലെയിൻ ദറ്റ് യു ആർ നോട്ട് ഇമോഷണൽ. ഓൾ റൈറ്റ്. Hope this clarifies your question.